നിലമ്പൂരിൽ കൊട്ടിക്കയറി തെരഞ്ഞെടുപ്പ് പ്രചാരണം. LDF സ്ഥാനാർത്ഥി M സ്വരാജും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തുന്നു. വോട്ട് അഭ്യർത്ഥനയ്ക്കൊപ്പം ആരോപണ പ്രത്യാരോപണങ്ങൾക്കും നിലമ്പൂർ വേദിയാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പ്രചാരണം ശക്തമാക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ മണ്ഡലത്തിലെത്തും. മുഖ്യമന്ത്രിയുടെയും ഇടത് നേതാക്കളുടെയും മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ UDF ക്യാമ്പ് ആയുധമാക്കുമ്പോൾ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള KC വേണുഗോപാലിന്റെ അടക്കം പ്രസ്താവനയാണ് LDF പ്രചാരണ വിഷയമാക്കുന്നത്. ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും VS അനന്തു ചേരുകയാണ്. അനന്തു, ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി വളരെ സജീവമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സജിദേവി, ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം തുടരുന്നുണ്ട്. നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിന്റെ ചൂട് വർദ്ധിച്ചു വരുന്നുണ്ട്. ഇന്നിപ്പോൾ പെരുന്നാളിന്റെ തലേ ദിവസമാണ്, നാളെ ബക്രീദാണ്. അപ്പോൾ ആ ഒരു പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് നിലമ്പൂർ കടന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ മലപ്പുറം ജില്ല കടന്നിരിക്കുകയാണ്, കേരളം കടന്നിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ ആവേശക്കുറവ് തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ കാണാൻ സാധിക്കും. ചെറിയ രീതിയിലുള്ള ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥികളടക്കം എല്ലാവരും. നാളെ പെരുന്നാളായതുകൊണ്ട് പ്രചാരണങ്ങൾക്കെല്ലാം അവധി നൽകിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ജനങ്ങളെല്ലാവരും പെരുന്നാൾ ആഘോഷത്തിന്റെ ഒരു തിരക്കിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ പുതിയ വസ്ത്രങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ നാളത്തെ പെരുന്നാൾ ആഘോഷിക്കാനുള്ള വസ്തുക്കൾ ഒരുക്കാനുമുള്ള ഒരു തിരക്കിലാണ് ജനങ്ങളെല്ലാവരും. തിരഞ്ഞെടുപ്പ് ആവേശം ഈ പെരുന്നാൾ ഉത്സവത്തിന് വഴിമാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. തിരഞ്ഞെടുപ്പ് ആവേശത്തിന് ചെറിയൊരു കുറവുണ്ട് എന്നേ പറയാനുള്ളൂ. എന്നാലും ഒരല്പം പോലും തണുത്തിട്ടില്ല, അങ്ങനെ തന്നെ തുടരുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ശക്തമായ രീതിയിൽ പ്രചരണങ്ങളുമായി ഇന്ന് രംഗത്തുണ്ടായിരുന്നു. പ്രധാനമായും LDF സ്ഥാനാർത്ഥി M സ്വരാജും അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജുമായിരുന്നു ഇന്ന് ജനങ്ങളെ നേരിട്ട് കാണാൻ പഞ്ചായത്തുകളിലേക്ക് ഇറങ്ങിയത്. UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്ത് ഇന്ന് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തില്ല. പകരം പ്രധാന വ്യക്തിത്വങ്ങളെ കാണുക മാത്രമാണ് ഉണ്ടായത്. നാളെ പെരുന്നാൾ ആയതുകൊണ്ടുള്ള ഒരു അവധിയാണ് അദ്ദേഹം എടുത്തത്. എന്തായാലും നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ മണ്ഡലത്തിൽ വരും ദിവസങ്ങളിൽ എത്താനിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരടങ്ങുന്ന ഒരു വലിയ പട തന്നെ LDFന് വേണ്ടി രംഗത്തിറങ്ങുന്നു. 8-ാം തീയതി മുതൽ മന്ത്രിമാരുടെ പര്യടനം ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം 13-ാം തീയതിയും 14-ഉം 15-ഉം തീയതികളിൽ മുഖ്യമന്ത്രി നിലമ്പൂർ മണ്ഡലത്തിൽ സ്വരാജിന് വേണ്ടി പര്യടനത്തിനിറങ്ങുന്നുണ്ട്. മറ്റു മുന്നണികളും താരപ്രചാരകരെ ഇറക്കി, മുതിർന്ന നേതാക്കളെ ഇറക്കി കളം പിടിക്കാനുള്ള തിരക്കിലാണ്. ഇന്നലെ തന്നെ BJPയുടെ ഭാഗത്തുനിന്നും NDAയുടെ ഭാഗത്തുനിന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രചരണത്തിനെത്തിയിരുന്നു. ഇനിയും വരും ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കൾ എത്തുന്നുണ്ട്. കോൺഗ്രസിനായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ എത്തുമെന്ന സൂചനകളുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം കൂടുതൽ ചൂടുപിടിക്കും. തിരഞ്ഞെടുപ്പ് തിരക്കുകളിലേക്ക് ഈ നിലമ്പൂർ മണ്ഡലം കടക്കും എന്നത് ഉറപ്പാണ്. ശരി അനന്തു, വലിയ പെരുന്നാളിന്റെ ആഘോഷങ്ങൾക്കിടയിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. വിവരങ്ങൾ നൽകിയത് നിലമ്പൂരിൽ നിന്നും VS അനന്തു.